കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ഇല്ലാത്തത് വളർത്തുമൃഗങ്ങളുമായി എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ ഡിജിറ്റൽ സംവിധാനം നിർബന്ധമാക്കിയിട്ടും ഇവിടെ നേരിട്ട് മാത്രമേ പണം സ്വീകരിക്കുന്നുള്ളൂ. UPI വഴി പണമടയ്ക്കാം എന്ന പ്രതീക്ഷയിൽ എത്തുന്നവർ അത്യാഹിത ഘട്ടങ്ങളിൽ പോലും പണത്തിനായി ATMകളെ ആശ്രയിക്കേണ്ടി വരുന്നത് ചികിത്സ വൈകാൻ കാരണമാകുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നുമാണ് പരാതി. നീണ്ടകര വേട്ടതറ ദളവാപുരം റോഡിൽ അമ്പിളിമുക്ക് ഭാഗത്തെ ജല അതോറിറ്റി പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനാൽ നാളെ ഇതുവഴിയുള്ള ഗതാഗതവും ജലവിതരണവും തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്കുള്ള മെമു ട്രെയിനുകളിലെ അമിത തിരക്ക് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നു. തിരക്ക് കാരണം യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണുള്ളത്. ദേശീയപാത വികസനം കാരണം ബസ് യാത്രയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നതും എക്സ്പ്രസ് ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമാണ് മെമുവിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടാൻ കാരണം. നിലവിലുള്ള 8 റേക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ല. കായംകുളം എത്തുന്നതിന് മുൻപ് തന്നെ ട്രെയിനുകൾ നിറയുന്നതിനാൽ വാതിൽപ്പടിയിലും ടോയ്ലറ്റ് വരാന്തകളിലുമായിട്ടാണ് പലരും യാത്ര ചെയ്യുന്നത്. വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. ആശ്രമം ലക്ഷ്മണ നഗറിൽ വിഷ്ണുവാണ് പിടിയിലായത്. കൂട്ടുപ്രതിയായ പട്ടര് വിഷ്ണുവിനെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 28-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,13,160 രൂപ, ഗ്രാമിന് 14,145 രൂപ.